നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത സ്ട്രൈറ്റ് പാൻസിൻ്റെ ക്രോച്ച് ഏരിയ നമുക്ക് തയ്ക്കാം. ഇത് കണ്ടോ, ഫ്രണ്ട് പീസ് നമ്മൾ മാർക്ക് ചെയ്തതാണ്. അതിൻ്റെ ക്രോച്ച് ഏരിയ നമുക്ക് തയ്ക്കാം. ഒരു സ്റ്റിച്ച് ഞാൻ കൊടുത്തതാണ്. അടുത്തത് നമ്മൾ ഇതുണ്ട്, ബാക്ക് പീസിൻ്റെ ഇതുണ്ട്, നമ്മൾ മാർക്ക് ചെയ്ത ബാക്ക് പീസിൻ്റെ ക്രോച്ച് ഏരിയ ആണ് നമ്മൾ ഇനി തയ്ക്കാൻ പോകുന്നത്. ഇതുണ്ട്, ഇത് ഫ്രണ്ട് പാർട്ടിൻ്റെ റൈറ്റ് സൈഡാണ്. നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തായിരുന്നു. ഇതുണ്ട്, പോക്കറ്റിന് വേണ്ടി ഒരു 6 ഇഞ്ച് ഇങ്ങനെ ലെങ്ത്തിലും ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് നമ്മൾ ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശത്ത്, പോക്കറ്റിൻ്റെ നല്ല വശം ഇതുപോലെ 1 ഇഞ്ച് മുകളിലോട്ട് നീക്കി നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഇതുണ്ട്, പോക്കറ്റിൻ്റെ നമ്മളിത് ഇങ്ങനെ കട്ടിട്ട് കൊടുത്തില്ല, അതുപോലെ മറുവശവും ഞാൻ അതിങ്ങനെ തിരിച്ച് ഇങ്ങനെ മറുവശത്തേക്ക് തിരിച്ച് ഇട്ടിട്ട് ഇതുണ്ടാവും. ഇത് നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ തിരിച്ചിടുമ്പോൾ നല്ല ഒരു എൽ ഷേപ്പിൽ ഇവിടെ ഈ എഡ്ജും അതുപോലെ ഈ എഡ്ജും വരുന്നുണ്ടോ, ഈ എഡ്ജും ഇങ്ങനെ തന്നെ വരും. അങ്ങനെ ഞാൻ ഇട്ടിട്ട് ഈ മറ്റേ വേറൊരു പാർട്ട്, ബാക്ക് പാർട്ടാണെന്ന് തോന്നുന്നു, അത് നമ്മളിങ്ങനെ പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. കാലിലെ സ്ലിറ്റ് ചെയ്യുന്നതിനായിട്ട് ഇത് കണ്ടോ, ഇവിടുന്ന് ഇവിടം വരെ 2 ഇഞ്ചാണ്. പിന്നെ ഈ 2 ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ടും ഇവിടെയും 2 ഇഞ്ചാണ്, ഇവിടുന്ന് ഇവിടം വരെ. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യണം. ഇങ്ങനെ നമുക്ക് സ്ലിറ്റിന് വേണ്ടി ഇതുണ്ടോ, ഇവിടുന്ന് ഇവിടം വരെ 2 ഇഞ്ച്, ഇവിടുന്ന് ഇവിടം വരെ 2 ഇഞ്ച് നമ്മളിവിടെ സ്റ്റിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി വെക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഒരു 1/4 ഇഞ്ച് മാത്രം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇത്രയും മാത്രം മതി. ഈ ലാസ്റ്റിക്ക് വെക്കുന്ന ഭാഗം ഒന്ന് മടക്കി തയ്ക്കാണ്. നമ്മളങ്ങനെ സ്ട്രൈറ്റ് പാൻസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതുണ്ടോ, ഈ ബോട്ടം പാർട്ടിൻ്റെ ഈ സ്ലിറ്റൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ പോക്കറ്റ് നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുണ്ട് ഇവിടെ.